അന്ന് സീലിംഗിലേക്ക് അവൻ നോക്കിയ സമയത്ത് അവൻ കണ്ടത് റൂഫ് സീലിംഗിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഭീകര രൂപത്തെയായിരുന്നു. ആ രൂപത്തിന് മുഖം നിറയെ കണ്ണുകളായിരുന്നു. ഈ കാഴ്ച കണ്ടതോടെ വിജയ് അനുഷയും കൂട്ടിയിട്ട് വീടിനുള്ളിലേക്ക് കയറി കഥ കടച്ചു. കഥ വരുന്നത് ഗോവയിൽ നിന്നാണ്. ബാംഗ്ലൂരുവിൽ IT ജോലി ചെയ്യുന്ന വിജയും അനുഷയും അവർ വളരെ നാളത്തെ പ്രണയത്തിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിച്ച് ഏകദേശം 1 വർഷ കാലയളവിൽ അവർ ഓഫീസ് കോട്ടേജിൽ താമസം തുടങ്ങി. സ്വന്തമായി ഒരു വീട് നിർമ്മിച്ചതിന് ശേഷം മാത്രം മതി ഒരു കുഞ്ഞ് എന്ന അവരുടെ ആ ഒരു നിർബന്ധം കൊണ്ട് അവർ മറ്റൊരു വീട് വെക്കുന്നത് വരെ കുഞ്ഞെന്നൊരു ചിന്ത മാറ്റിവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും എപ്പോഴും എന്തെങ്കിലും ഒഴിവ് സമയം ലഭിക്കുകയാണെങ്കിൽ അവർ പലയിടങ്ങളിലേക്കും യാത്ര പോകുന്നത് പതിവാണ്. രണ്ടുപേരും മലയാളികൾ തന്നെയാണ്. അവർ രണ്ടുപേരും ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിൽ താമസിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ വിജയ്ക്കും അനുഷയ്ക്കും ഒരു അവധി ലഭിച്ചു. അങ്ങനെ അവധി ലഭിച്ച സമയത്താണ് അവർ രണ്ടുപേരും ഗോവയിലേക്ക് യാത്ര തിരിക്കാൻ ആരംഭിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഗോവയിലേക്ക് ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അനുഷയുടെ നിർബന്ധ പ്രകാരമായിരുന്നു അവർ ഗോവ തന്നെ തിരഞ്ഞെടുത്തത്. അങ്ങനെ രണ്ടുപേരും ബാംഗ്ലൂരുവിൽ നിന്ന് ഗോവയിലേക്ക് യാത്ര തിരിച്ചു. ഗോവയിലെ പല ബീച്ചുകളും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള പല കെട്ടിടങ്ങളും അവർ ആസ്വദിച്ചു. അതിനു പുറമെ അവിടെ സ്കൂബ ഡൈവിങ്ങും അതുപോലെ പാരച്യൂട്ട് യാത്രകളൊക്കെ അവർ വളരെയധികം നന്നായി ആസ്വദിച്ചു പോന്നു. അവിടെ അടുത്ത് തന്നെ ഒരു റിസോർട്ടിൽ അവർ റൂമും എടുത്തു. 2-3 ദിവസം അവിടെ താമസിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. എന്നാൽ അനുഷയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പല ബീച്ചിലോ അല്ലെങ്കിൽ പല പുഴയുടെ തീരങ്ങളിലോ ഒക്കെ ചെന്നാൽ അവിടെ കാണുന്ന പല വസ്തുക്കളും അവൾ ശേഖരിച്ച് കൊണ്ടുവരുമായിരുന്നു. എന്നിട്ട് വീട്ടിലെത്തിയതിനു ശേഷം ഒഴിവ് സമയങ്ങളിൽ അതിന് നിറം നൽകിയിട്ടും അതിനെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളാക്കി മാറ്റിയിട്ടും വീടിൻ്റെ അലങ്കാര വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് പതിവാണ്. അങ്ങനെ അന്ന് ഗോവയിൽ ആ ബീച്ചിൽ നടക്കുന്ന സമയത്ത് അവിടെ നിന്ന് ലഭിച്ച ശംഖുകളും അതുപോലെ അവിടെയുള്ള ചിപ്പികളും അവൾ എടുത്ത് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് അതെല്ലാം ശേഖരിച്ചതിന് ശേഷം അന്ന് അവർ രണ്ടുപേരും അവിടെ അടുത്ത് റിസോർട്ടിലേക്ക് എത്തിയ അന്ന് അവർ രണ്ടുപേരും റിലാക്സ് ചെയ്യുന്ന സമയത്താണ് ബാൽക്കണിയിലേക്ക് അനുഷ ഇരിക്കാനായി പോകുന്നത്. ആ സമയത്ത് വിജയ് റൂമിനുള്ളിൽ എന്തൊക്കെയോ ചില പണികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് വിജയ്ക്ക് കുളിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് അനുഷയോട് പോയി വരാം എന്ന് പറയുന്ന സമയത്ത് വിജയ് എത്ര അവളോട് സംസാരിച്ചിട്ടും അവൾ തിരിച്ച് ഇങ്ങോട്ട് മറുപടി ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ബാൽക്കണിയിലേക്ക് ഇരിക്കാൻ പോയ അനുഷയ്ക്ക് വല്ല അത്യാഹിതവും സംഭവിച്ചു കാണുമോ എന്ന് കരുതി അവൻ ഓടി ബാൽക്കണിയിലേക്ക് എത്തിയ സമയത്ത് അനുഷ ഒന്നും മിണ്ടാതെ തന്നെ കടലിലേക്ക് കണ്ണും നട്ട് അവിടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന ആ സമയത്താണ് പെട്ടെന്ന് വിജയ് അനുഷയെ വിളിക്കാനായിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവളെ 2, 3 അല്ല 4, 5 തവണ അനുഷ എന്ന് വിളിച്ചു. അവൾ ഏതോ ഒരു ലോകത്തേക്ക് പോയതുപോലെ അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ അവളുടെ തോളിൽ തട്ടി ഒന്നുകൂടി വിളിച്ചു. ആ സമയത്ത് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന ലാഘവത്തോടു കൂടി അവൾ ഞെട്ടി ഉണർന്നു. എന്നിട്ട് വിജയോട് പറഞ്ഞു, ഞാൻ ആ സ്ത്രീയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആ മരത്തിന് താഴെ നിൽക്കുന്ന ആ സ്ത്രീ എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സ്ത്രീ എന്നോട് ഇങ്ങോട്ടേക്ക് വരൂ എന്ന് ഒരുപാട് തവണ പറയുകയും ചെയ്തു. ആ സമയത്താണ് വിജയ് അവൾ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കുന്നത്. എന്നാൽ ആ സമയത്ത് അവിടെ അനുഷ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നില്ല. അനുഷയെ നീ എന്താണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയ് അനുഷയെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കിടത്തി. അങ്ങനെ അവളൊന്ന് ഉറങ്ങാനായി തീരുമാനിച്ചു. ഉടനെ തന്നെ വിജയ് കുളിക്കാനായി പോയി. കുളിച്ച് പുറത്തിറങ്ങിയ സമയത്ത് വീണ്ടും അനുഷ എന്തൊക്കെയോ പിറവിറുക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ ഉണ്ട്, അങ്ങോട്ടേക്ക് എന്തോ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിചിത്രമായ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ വിജയ്ക്ക് ഇവളുടെ ഈ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തോന്നിയത് കൊണ്ട് പേടിച്ചത് കൊണ്ട് വിജയ് ആ ടൂറ് അല്ലെങ്കിൽ ആ ട്രിപ്പ് അവിടെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് ഉടനെ തന്നെ ബാംഗ്ലൂരുവിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചു. അവർ അന്ന് കാർ എടുത്തിട്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അത്രയും ചിയറപ്പായിരുന്ന അനുഷ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ആ കാർ
കാർ യാത്രയിൽ മുഴുവൻ ഉറങ്ങുക തന്നെയായിരുന്നു. എത്ര വിജയ് ഉറക്കി അവളെ വിളിച്ചിട്ടും അവൾ ഉണരുന്നേ ഉണ്ടായിരുന്നില്ല. എന്തോ ഒരു സഡേഷനൊക്കെ ഏറ്റതുപോലെയുള്ള ഒരു ഉറക്കത്തിലേക്ക് അവൾ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആ യാത്രയിൽ മുഴുവനായിട്ട്. അങ്ങനെ അവർ ബാംഗ്ലൂരുവിലെത്തി. ബാംഗ്ലൂരുവിൽ അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തി. അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്തിയ സമയത്തും അവളുടെ ഈ സ്വഭാവത്തിൽ മറ്റൊരു മാറ്റവും തോന്നിയില്ല. വിജയ് എന്തൊക്കെയോ പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ എത്രയ്ക്ക് ആശ്വസിപ്പിച്ചിട്ടും അനിഷ നോർമൽ ലൈഫിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യും എന്ന് എനിക്ക് അറിയില്ല എന്ന ഒരു ചിന്തയിൽ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വിജയ്ക്ക് ഒരു മെയിൽ വരുന്നത്. അത് അവൻ്റെ കമ്പനിയിൽ നിന്നാണ്. ഒരു US പ്രൊജക്റ്റാണ് അവന് ലഭിച്ചിരുന്നത്. അതുകൊണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ട് രാത്രികാലങ്ങളിലായിരുന്നു ജോലി ചെയ്യേണ്ടിയിരുന്നത്. വർക്ക് ഫ്രം ഹോം ആക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷെ അത് നടന്നില്ല. അതുകൊണ്ട് ഓഫീസിലേക്ക് പോകേണ്ടത് നിർബന്ധമായിരുന്നു. എന്നാൽ അനിഷയെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ വിട്ടിട്ട് എങ്ങനെ പോകുമെന്ന ഒരു ചിന്ത അവനുണ്ടായിരുന്നു. പക്ഷേ മറ്റു നിവൃത്തിയില്ലാതെ വിജയ് അനിഷയെ ആ ഫ്ലാറ്റിൽ തനിച്ചാക്കിയിട്ട് അങ്ങോട്ടേക്ക് ജോലിക്ക് പോകാനായി തുടങ്ങി. ഒരുപാട് വർക്കുകൾ ഉള്ളത് കൊണ്ട് തന്നെ വിജയ്ക്ക് പെട്ടെന്ന് ഈ വർക്കുകൾ തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഡേ നൈറ്റ് വർക്ക് ചെയ്താൽ മാത്രമേ അവന് ഈ ജോലികൾ തീർക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ ആ US വർക്ക് കഴിഞ്ഞ് അവൻ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അനിഷയെ കണ്ട് അവൻ വല്ലാതെ പരിഭ്രാന്തനായി. കാരണം 2-3 ദിവസം കുളിക്കാതെയുള്ള അനിഷയെ ആദ്യമായിട്ടാണ് വിജയ് കാണുന്നത്. ആ സമയത്ത് വിജയ് അനിഷയോട് കാര്യം തിരക്കിയെങ്കിലും അനിഷ പറഞ്ഞു, എനിക്ക് പേടിയാകുന്നുണ്ട്. ആ ബാൽക്കണിയിൽ എന്തോ ഒരു രൂപം എന്നെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു തൊട്ടും തൊടാതെയും ഒക്കെയുള്ള ഒരു സംസാരം അനിഷ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സമയത്ത് വിജയ്ക്ക് മനസ്സിലായി അവൾക്ക് എന്തോ മാനസിക വിഭ്രാന്തി ബാധിച്ചിരിക്കുന്നു. ഇനി ഇവളെ ഒറ്റക്കാക്കിയിട്ട് ജോലിക്ക് പോകുന്നത് അത്ര ഉചിതമല്ല. അതുകൊണ്ട് ജോലി ലീവ് എടുക്കാം എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഒരു ലീവ് ആപ്ലിക്കേഷൻ മെയിൽ അയക്കുകയും ചെയ്തു. അതുമാത്രമല്ല അപ്പോൾ തന്നെ അവന് ലീവ് സാങ്ഷൻ ആവുകയും ചെയ്തു. എന്നിട്ട് അവിടെ തന്നെ അവളുടെ കൂടെ തന്നെ അവൻ സമയം ചിലവഴിക്കാനായി തുടങ്ങി. എന്നാൽ എത്രയൊക്കെ അവൻ അവളോട് സംസാരിച്ചിട്ടും സമയം ചിലവഴിച്ചിട്ടും സ്വഭാവത്തിലോ ഭാവത്തിലോ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ആ ബാൽക്കണിയിൽ ആരോ നിൽക്കുന്നുണ്ട്. അതുപോലെ അവളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ആ വാതിലിൽ ഒരു ബ്രാഹ്മണ പുരുഷൻ നിൽക്കുന്നുണ്ട് എന്ന് അവൾ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇതൊന്നും ഞാൻ കാണുന്നില്ലല്ലോ എന്നായിരുന്നു വിജയയുടെ വാദം. അങ്ങനെ പല രീതിയിലും അവൻ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു. എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും അനിഷയ്ക്ക് ഒരു ആശ്വാസവും ആവുന്നില്ല. അവളുടെ ഈ പരിഭ്രാന്തി കൂടിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം വിജയ് അടുക്കളയിൽ എന്തോ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോഴാണ് ഉറക്കി നിലവിളിച്ച് കരയുന്ന അനിഷയെ കാണുന്നത്. ആ സമയത്ത് പെട്ടെന്ന് ഹാളിലേക്ക് ഓടിയെത്തിയ അനിഷയോട് വിജയ് ചോദിച്ചു, എന്തിനാണ് നീ അലമുറയിട്ട് കരയുന്നത് എന്നൊക്കെ. ആ സമയത്ത് അനിഷ പറഞ്ഞു, ആ ബാൽക്കണിയിൽ ഒരു രാക്ഷസന്റെ രൂപം ഞാൻ കണ്ടു. അങ്ങനെയൊക്കെ വിജയോട് ഉറക്കെ പറയാൻ തുടങ്ങി. നിന്റെ ഒരു രാക്ഷസ രൂപം, നിന്റെ രാക്ഷസ രൂപത്തെ എനിക്കൊന്ന് കാണണം എന്ന് അവൻ ഇതുവരെ ദേഷ്യപ്പെടാത്ത രീതിയിലുള്ള ഒരു ദേഷ്യത്തോടെ ആ ബാൽക്കണിയിലേക്ക് അവളെയും കൂട്ടി നടന്നു. എന്നാൽ ആ സമയത്ത് അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വിജയ് അനിഷയെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിനക്ക് ഭ്രാന്താണ്, മെന്റലാണ്, നിന്നെ ചങ്ങലക്കിടണം, അങ്ങനെയൊക്കെ അവളെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരുപാട് വാക്കുകൾ പറഞ്ഞു. ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും അവൾക്ക് ഇതിനൊന്നും ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു വിജയെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയത്. കാരണം മുന്നെയൊക്കെ എന്തെങ്കിലും വഴക്കുകൾ അവർ തമ്മിൽ ഉണ്ടാവുകയാണെങ്കിൽ അവൾ വാ തോരാതെ അല്ലെങ്കിൽ എതിർവ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു പോലും. എന്നാൽ ഇതിന് അവൾ ഒന്നും തന്നെ പറയാതെ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ വിജയ് വീണ്ടും ഉള്ളിലേക്ക് പോയി. വീണ്ടും അവളുടെ അലർച്ച കേട്ടിട്ടാണ് വിജയ് അങ്ങോട്ടേക്ക് വന്നത്. ആ സമയത്തും അവൾ ഈ പറഞ്ഞത് തന്നെ പറയുന്നുണ്ടായിരുന്നു, അവിടെ ഒരു രാക്ഷസ രൂപം നിൽക്കുന്നത് കണ്ടു എന്നൊക്കെ പറഞ്ഞ്. ആ സമയത്ത് വിജയ് അവളോട് പറഞ്ഞു, ഇനി ഞാൻ നിന്റെ രാക്ഷസനെ കാണാൻ വരുന്നില്ല, നീ അങ്ങോട്ടേക്ക് ചെന്ന് നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് പെട്ടെന്ന് അനീഷ പതുക്കെ ആ ബാൽക്കണിയിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ ബാൽക്കണിയിൽ എത്തിയ സമയത്ത് അനീഷ ആ ഭീകര രൂപത്തെ കണ്ടിരുന്നു. എന്നാൽ അവരുടെ വീടിനകത്തു നിന്നും എന്തോ ഒരു അദൃശ്യ ശക്തി അനീഷയെ ആ ബാൽക്കണിയിലേക്ക് പോകാത്ത രീതിയിൽ ഒന്ന് തടഞ്ഞിരുന്നു. അത് അവളെ അതിശക്തമായി തള്ളിക്കൊണ്ട് വീടിനുള്ളിലേക്ക് വലിച്ചു. എന്നാൽ ഉടനെ ആരോ തള്ളിവിട്ടതുപോലെയുള്ള അവളുടെ തെറിച്ചു വീഴൽ കണ്ട് വിജയ് വല്ലാതെ പരിഭ്രാന്തനായി. ഉടനെ തന്നെ അനിഷയുടെ അടുത്തേക്ക് വിജയ് ഓടിച്ചെന്നു. എന്തു പറ്റി, എങ്ങനെയാണ് വീണത് എന്നൊക്കെ ചോദിച്ചു. ആ സമയത്ത് അനിഷ പാതിമയക്കത്തിൽ പറഞ്ഞു, അവിടെ ആ രാക്ഷസ രൂപം നിൽക്കുന്നു എന്ന്. അങ്ങനെ വിജയ് ഒന്നുകൂടി ആ ബാൽക്കണിയിലേക്ക് പോകുന്ന ആ സമയത്താണ് പെട്ടെന്ന് സീലിംഗിലേക്ക് കണ്ണോടിക്കുന്ന സമയത്ത് ഒരു ഭീകര സത്വം
ആ സീലിങ്ങിന് മുകളിൽ അവിടെ അവനെ തന്നെ നോക്കി നിൽക്കുന്നു. എന്നാൽ അതായിരുന്നില്ല വിചിത്രമായ കാര്യം. ആ രൂപത്തിന് മുഖം നിറയെ കണ്ണുകളായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഭീകര സത്വം അല്ലെങ്കിൽ ഒരു പൈശാചിക രൂപത്തെ നേരിട്ട് കണ്ട ഒരാളായിരുന്നു വിജയും അനീഷ്. ഇതുകൂടി കണ്ടതോടെ ഉടനെ അവൻ ബാൽക്കണിയിൽ കയറി കതക് അമർത്തി അടച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു ചങ്ങല ഉപയോഗിച്ച് അത് വലിച്ചു കിട്ടുകയും ചെയ്തു. ഉടനെ തന്നെ വിജയ് അനിഷയുടെ അച്ഛന് ഫോൺ ചെയ്തു. അനിഷയുടെ അച്ഛനും താമസിച്ചിരുന്നത് ബാംഗ്ലൂരിൽ തന്നെയായിരുന്നു. എന്നാൽ ഇതൊക്കെ പറഞ്ഞ സമയത്ത് അനിഷയുടെ അച്ഛൻ ഒരു സ്ത്രീയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. വെറും 27 വയസ്സ് മാത്രം പ്രായം വരുന്ന ഒരു പാരാ സൈക്കോളജിസ്റ്റായ കീർത്തന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെയും കൂട്ടി ആ ഫ്ലാറ്റിലേക്ക് എത്തി. അങ്ങനെ കീർത്തന എന്ന് പറഞ്ഞ ആ പാരാസൈക്കോളജിസ്റ്റ് അങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് അവരോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ അടുത്ത് എവിടേക്കെങ്കിലും പല യാത്രകളും പോയിരുന്നു എന്ന്. ആ സമയത്ത് വിജയ് പറഞ്ഞു, ഉണ്ട്, യാത്ര പോയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഗോവയിൽ പോയിട്ട് വന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ആ സമയത്ത് ആ പാരാസൈക്കോളജിസ്റ്റ് ഒന്നുകൂടി കണ്ണുകൾ ഇറക്കി അടച്ച് അവൾ എന്തൊക്കെയോ ഓർത്തു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് വീണ്ടും ഒരു കാര്യം ചോദിച്ചു. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വസ്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ ഗോവയിൽ നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ സമയത്ത് വിജയ് പറഞ്ഞു, ഞങ്ങൾ ക്യാഷ് കൊടുത്ത് പ്രത്യേകിച്ച് ഒന്നും ഷോപ്പിംഗ് ചെയ്തിട്ടില്ല. കാരണം അവിടെ വെച്ച് തന്നെ അനിഷയ്ക്ക് ഇത്തരത്തിലുള്ള സിംറ്റംസ് തോന്നി തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് പോരുകയായിരുന്നു എന്ന് പറഞ്ഞു. എങ്കിലും നിങ്ങൾ എന്തെങ്കിലും വസ്തുക്കൾ എടുത്തതായിട്ട് ഓർക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിലാണ് പെട്ടെന്ന് വിജയ്ക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. അനിഷ തൻ്റെ കയ്യിലെ ബാഗിലേക്ക് ആ ബീച്ചിൽ നിന്നെടുത്ത ചില ചിപ്പികളും ശംഖുകളും എടുത്തതായിട്ട് അവന് ഓർമ്മ വന്നു. ആ സമയത്ത് ആ പാരാ സൈക്കോളജിസ്റ്റിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ, അതായത് ഇവൾ ചില ചിപ്പികളും കക്കകളും അതുപോലെ ചില ശംഖൊക്കെ അവൾക്ക് വളരെ ഇഷ്ടമാണ്. അവിടെ ബീച്ചിൽ നിന്ന് അതൊക്കെ അവൾ എടുത്തിരുന്നു എന്ന് പറഞ്ഞു. എങ്കിൽ അതൊന്ന് എന്നെ കാണിക്കുമെന്നു ആ സൈക്കോളജിസ്റ്റ് പറഞ്ഞു. ഉടനെ തന്നെ അവൻ മുറിയിലേക്ക് ചെന്നിട്ട് ആ ബാഗ് എടുത്തുകൊണ്ട് വന്ന് അവരുടെ മുന്നിലേക്ക് ഒന്ന് കുടഞ്ഞിട്ടു. ആ ബാഗിൽ നിന്നും ഒരുപാട് ചിപ്പികളും അതുപോലെ ശംഖുകളും താഴേക്ക് വീണു. ഇതൊക്കെ നിലത്തേക്ക് വീഴുന്ന സമയത്താണ് പെട്ടെന്ന് എന്തോ ഒരു ലോഹ വസ്തു തറയിലേക്ക് വീഴുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടത്. എല്ലാവരും ആ വസ്തുവിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുമ്പോൾ അതൊരു നാണയമായിരുന്നു. വളരെ പണ്ടുകാലത്ത് ഈ പ്രാചീന മനുഷ്യരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു നാണയം. ഉടനെ തന്നെ പെട്ടെന്ന് ആ കീർത്തന എന്ന് പറഞ്ഞ ആ പാരാസൈക്കോളജിസ്റ്റ് ആ നാണയം കയ്യിലെടുത്തുകൊണ്ട് സൂക്ഷിച്ചു നോക്കുന്ന സമയത്ത് ആ നാണയത്തിന് മുകളിൽ നിറയെ സാത്താനിക് ആരാധന ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ചിഹ്നങ്ങൾ എഴുതി വെച്ചിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ചില ബുക്കുകളും അവളുടെ ലാപ്ടോപ്പിൽ റിസർച്ച് ഫോൾഡേഴ്സൊക്കെ അവളൊന്ന് മറിച്ചു നോക്കി. ആ സമയത്താണ് അവരോട് ഇത്ര ഞെട്ടിക്കുന്ന ഒരു കാര്യം കീർത്തന പറയുന്നത്. ഇത് സാത്താനിക് എംബ്ലങ്ങൾ അതുപോലെ സാത്താനിക് ആരാധനകൾ ചെയ്തിരുന്ന പുരോഹിതന്മാർ ഉപയോഗിച്ച ഒരു നാണയമാണ്. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു നാണയമാണ്. ഗോവയിൽ ഇന്നും സാത്താനിക് ആരാധന നടക്കുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തും ഇന്നത്തെ കാലത്തും അവിടെ ഉണ്ടായിരുന്ന ചിലർ തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സാത്താൻ ആരാധന ചെയ്തിരുന്നു. എന്നാൽ ഒരു 70-80 വർഷങ്ങൾക്ക് മുമ്പേ ഇതുപോലെയുള്ള ആരാധനകൾ ആ കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു. ആ സമയത്ത് ഈ പുരോഹിതന്മാരുടെ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് അവർ സാത്താനെ ആരാധിക്കുമായിരുന്നു. ആ സമയത്ത് അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചില സാത്താന്മാർ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമായിരുന്നില്ല. ആ സമയത്ത് ഇതുപോലെയുള്ള നാണയങ്ങളിലേക്ക് ആ ആത്മാക്കളെ വശീകരിച്ച് കടലിലേക്ക് എറിയുന്നതായിരുന്നു പതിവ്. അനിഷയുടെ ആസ്ട്രോളജി പ്രകാരം, അവളുടെ നക്ഷത്ര പ്രകാരം അവൾ ശംഖും ചിപ്പികളും എടുക്കുന്ന സമയത്ത് അവളുടെ കൈ ഈ നാണയത്തിലും തൊട്ടത് കൊണ്ട് ആ ആത്മാവ് അനിഷയുടെ കൂടെ പോരുകയായിരുന്നു. കാരണം അവളുടെ നക്ഷത്രം അതുപോലെയുള്ള ഒരു നക്ഷത്രമായിരുന്നു എന്ന് ആ പാരാസൈക്കോളജിസ്റ്റ് പറഞ്ഞു. ഇതിന് എന്തെങ്കിലും പരിഹാരമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഈ കോയിൻ ഉടനെ തന്നെ ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പുവെള്ളം എടുക്കുക. ഈ കോയിൻ ആ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഇത് നമുക്ക് കടലിൽ തന്നെ കൊണ്ടൊഴുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് അനുഷ ചോദിച്ചു, അപ്പോൾ ഞാൻ കണ്ട ആ ബ്രാഹ്മണ പുരുഷൻ ആരായിരുന്നു എന്ന്. ആ പാരാസൈക്കോളജിസ്റ്റ് പറഞ്ഞു, അത് നിങ്ങളുടെ വീടിൻ്റെ വാസ്തു പുരുഷനാണ്. നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് നിങ്ങളുടെ വീടിന് വന്ന വാസ്തു പുരുഷനാണ് നിങ്ങൾ ബ്രാഹ്മണ വേഷത്തിൽ കണ്ടതെന്ന് കൂടി പറഞ്ഞു. എന്നാൽ ഈ പാരാസൈക്കോളജിസ്റ്റായ കീർത്തന അവിടെ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കലും അനിഷയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാലും ഇപ്പോഴും അവരുടെ ഓരോ രാത്രികൾ
രാത്രികളിലും ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടിയുണരുന്ന അവസ്ഥ വിജയ്ക്ക് വരാറുണ്ട്. കാരണം വിജയുടെ മനസ്സിൽ ആ ഭീകര സത്യത്തിൻ്റെ മുഖം വല്ലാതെ ആഴത്തിൽ പതിഞ്ഞു എന്നാണ് വിജയ് പറയുന്നത്. ഇത് അവർക്ക് സംഭവിച്ചിട്ട് ഏകദേശം 7 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഓർമ്മകളിൽ നിന്നൊക്കെ മോചിതരാണ്. എന്നാലും എൻ്റെ കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള വിജയും അനിഷയും അവരുടെ ഈ കഥ കൂടി നിങ്ങളുടെ ചാനലിൽ അവതരിപ്പിക്കണമെന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ കൂടെ കൂടാവുന്നതാണ്.